നമസ്കാരം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇരു മുന്നണികളുടെയും ഭാവി എന്താണെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ തന്നെ തീർച്ചപ്പെടുത്താം. LDF തുടർഭരണം, UDF 2026 അധികാരം പിടിച്ചെടുക്കണമെന്നുള്ള ഒരു തത്രപ്പാടിലുമാണ് നിൽക്കുന്നത്. ഇത് 2021 അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മറ്റ് നടന്നത് തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, ചേലക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. ഇനിയും 2026 പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലാവധി തീരുന്നതിന് മുമ്പായിട്ട് കേരളത്തിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വരുന്നു. അതിന് ഒരുപക്ഷെ നിയമസഭയിലേക്കാണെന്നുണ്ടെങ്കിൽ അതിനിനി സമയമില്ലല്ലോ എന്ന് ചിന്തിക്കാം. അതെ, ശരിയാണ്. പക്ഷേ ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ലോക്സഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 1 വർഷം എത്താൻ പോവുകയാണ്. ആ വേളയിലാണ് കേരളത്തിലെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ആയിരിക്കും ആ ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അത് ശശി തരൂരിലേക്കാണ് പോകുന്നത്. ശശി തരൂര് ഇപ്പോൾ BJPയോട് വലിയ അനുഭാവത്തിൽ നിൽക്കുകയാണ് എന്ന് പ്രേക്ഷകർക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. പക്ഷേ അദ്ദേഹം തന്നെ വിദേശങ്ങളിൽ പോയി പറയുന്നുണ്ട്, ഞാൻ രാജ്യത്തെ പ്രതിപക്ഷ നിരയിൽ നിന്നാണ് വരുന്നത്, പ്രതിപക്ഷ നിരയിലുള്ള ആളാണ്, പക്ഷെ ഞാനിപ്പോൾ രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നേടിയിരിക്കുന്ന വിജയം ഈ തീവ്രവാദത്തിൻ്റെ ഉറവിടമായ പാകിസ്ഥാന് പകരം വീട്ടിയതിൻ്റെ തെളിവുകൾ സഹിതമായിട്ടാണ് 7 ടീമുകളായിട്ട് തിരിഞ്ഞ് ലോകത്ത് മുഴുവൻ നമ്മുടെ വിജയം പാകിസ്ഥാൻ്റെ തീവ്രവാദത്തെക്കുറിച്ചും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തെളിവുകൾ സഹിതം നിരത്തിയത്. അതിൽ പ്രധാനിയായിട്ടുള്ള ഒരു സംഘത്തിൻ്റെ തന്നെ തലവനാണ് ശശി തരൂർ. ശശി തരൂർ അങ്ങനെ പോയത് തന്നെ കോൺഗ്രസ്സുകാർക്ക് അത്ര രുചിച്ചിട്ടുള്ള കാര്യമല്ല. പല കാര്യങ്ങളിലും നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ട്രംപ് നരേന്ദ്രമോദി കൂടിക്കാഴ്ച തന്നെ വേണ്ട തരത്തിൽ അത് വലിയ നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ നെറ്റി ചുളിപ്പിച്ച് തുടങ്ങിയതാണ്. എന്തിന്? കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഔദ്യോഗിക വിഭാഗത്തുമായിട്ട് തെരഞ്ഞെടുത്തത് മല്ലികാർജുൻ ഖാർഗെയാണ്. ആ ഖാർഗെക്ക് എതിരെ മത്സരിക്കാൻ തൻ്റെ ഇടം കാണിച്ചത് ഡോക്ടർ ശശി തരൂരാണ്. ആ ശശി തരൂരിനെ അന്നു മുതൽ തന്നെ പാർട്ടിയിൽ പലരും ഉന്നം വെച്ചിരിക്കുകയാണ്. ഒരിക്കലും ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല ശശി തരൂർ. അപ്പോൾ ശശി തരൂർ ഇനി കോൺഗ്രസിൽ തുടരുമോ, BJPയിൽ പോകും എന്നുള്ളത് 2019 മുതൽ ഇങ്ങനെ ശക്തിപ്പെട്ടു വരുന്ന ഒരു പിന്നാമ്പുറ വർത്തമാനമാണ്. അത് പിന്നാമ്പുറം മാത്രമല്ല, ഇപ്പോൾ എവിടെയും പരസ്യമായ ഒരു ചർച്ച കൂടിയാണ്. പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിയിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കുക എന്നുള്ളതല്ല. അദ്ദേഹം 2009 തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നു. 2009, 2014, 2019, 2024 ജയം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഇക്കുറി തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹം പല വേദികളിലും പറഞ്ഞു, ഇതെൻ്റെ അവസാനത്തെ മത്സരമാണ്, ഇനി മത്സരിക്കാനില്ല എന്ന്. കോൺഗ്രസ്സുകാരെ ഇനി ഒട്ട് സമ്മതിക്കുകയുമില്ല. തരൂരിന് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പൂതി ഉണ്ടായാൽ പോലും 2009 വന്നപ്പോൾ തന്നെ കോൺഗ്രസ്സുകാരാകെ എതിർത്തു നോക്കിയതാണ്. പക്ഷെ ഒരു വിശ്വപൗരൻ എന്നുള്ള ഒരു ലേബലിലൂടെ തരൂര് വലിയ സ്ഥാനം നേടിയെടുത്തു. നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ തരൂരിന് വലിയ പിന്തുണയും കിട്ടിയെന്നുള്ളതാണ്. തിരുവനന്തപുരം MP എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങളൊന്നും തിരുവനന്തപുരത്തുകാർക്കോ തിരുവനന്തപുരത്തിനോ കിട്ടിയിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അദ്ദേഹം വിശ്വപൗരനാണ്. ഇടയ്ക്ക് അദ്ദേഹം ഒരു വലിയ കേരളം മുഴുവൻ ഇളക്കിക്കൊണ്ടൊരു പലയിടങ്ങളിലും സന്ദർശിക്കുകയും ഒരു ജനപിന്തുണ നേടുകയും പാണക്കാട്ടും പെരുന്നയിലെ പോപ്പിനെയും ഒക്കെ കണ്ട് പലരും ഒന്ന് പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകും എന്നുള്ളത്. അത് കോൺഗ്രസ്സുകാർ
അതോടുകൂടി അത് കേട്ടതോടുകൂടി വാളെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ തരൂർ മറ്റൊരു തരത്തിലേക്കാണ് നീങ്ങുന്നത്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും തിരുവനന്തപുരത്തിൻ്റെ MP അല്ലെങ്കിൽ കേന്ദ്രത്തിലൊരു സഹമന്ത്രിയോ ഒന്നുമല്ല. അദ്ദേഹത്തിനറിയാം ഏതായാലും കോൺഗ്രസ് രാജ്യത്തിന് ഇല്ല. ആ സ്ഥിതിക്ക് BJPയോടൊപ്പം ചേർന്ന് നിന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ഇദ്ദേഹത്തിന് UN സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് പോലും നോട്ടമുണ്ട്. അതിനുള്ള ശ്രമവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ BJPയോടൊപ്പം അദ്ദേഹം ചേർന്ന് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ, അങ്ങനെ ഒരു ഗവർണർ പദവിയിൽ ഒതുങ്ങുന്ന ആളല്ല ശശി തരൂർ. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ വളരെ വലുതാണ്, ഒരു അക്കാഡമിക് നിലവാരം വളരെ വലുതാണ്. ഒരു 69 വയസ്സുള്ള ശശി തരൂർ ഇനിയിപ്പോൾ ഏറെ സാധ്യത കാണുന്നത് ഇന്ത്യൻ ഉപരാഷ്ട്രപതി പദത്തിലേക്കാണ്. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി 2027 കാലാവധി പൂർത്തിയാക്കുമ്പോൾ അതിനിടയ്ക്ക് തന്നെ BJPയോടൊപ്പം തന്നെ കൂടുതലായിട്ട് തരൂർ അടുക്കും. ആ വേളയിൽ തരൂരിനെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കമാണ് BJPയും നടത്തുന്നത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ വൈകാതെ തന്നെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്നുള്ളതാണ്. ഇത് BJP നോട്ടമിട്ടിട്ടുള്ള മണ്ഡലമാണ്, BJP വിജയത്തോടടുത്തിട്ടുള്ള മണ്ഡലമാണ്, വിജയിച്ചു എന്ന് വരെ എത്തിയ മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ശശി തരൂരിനോട് പരാജയപ്പെട്ടത് ഇപ്പോഴത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. വെറും 15,000 വോട്ട് മാത്രം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടെന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് തീരദേശത്തെ വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് പോയിരിക്കുന്നത്. പാറശാല, നെയ്യാറ്റിൻകര, കോവളം പ്രദേശങ്ങളിലെ ആ വോട്ടുകളൊക്കെ ഇനിയും സമാഹരിക്കാൻ കഴിയും എന്ന് BJP കണക്ക് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പല നിയമസഭാ മണ്ഡലങ്ങളിലും BJP മുന്നേറ്റം കുറിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ സ്ഥിതിക്ക് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ LDFിൻ്റെ സ്ഥാനാർത്ഥി എപ്പോഴും കഴിഞ്ഞ ഏറെ നാളുകളായി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയാണ്. LDFിന് അല്ലെങ്കിൽ അത് CPIയുടെ മണ്ഡലമാണ്. CPIക്ക് കൊടുത്തിരിക്കുന്നതൊക്കെ സ്റ്റാർ മണ്ഡലമാണ്. പക്ഷേ CPIക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളില്ല എന്നുള്ളതാണ്. കാരണം CPMകാർ കൈവിട്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അത് CPI നിൽക്കുകയോ ജയിക്കുകയോ എന്തു വേണമെങ്കിലും ആകട്ടെ, CPMകാരെല്ലാം തൊട്ടടുത്ത പാർലമെന്റ് മണ്ഡലങ്ങളിൽ അവരുടെ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകും. ആറ്റിങ്ങലും അതുപോലെ മറ്റു പല മണ്ഡലങ്ങളിലുമായിട്ട് പോകും. ഇവിടെ CPIക്കാർ അനാഥമാവുകയും ചെയ്യും. പല വമ്പന്മാരെയൊക്കെ ജയിപ്പിച്ചിട്ടുള്ള MN ഗോവിന്ദൻ നായരും PK വാസുദേവൻ നായരും ഒക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ്. അങ്ങനെ BJP ഇവിടം കണ്ണുവെച്ചിട്ടുള്ളത് കൊണ്ട് BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ ഒന്നാണ് തിരുവനന്തപുരം. പക്ഷേ തിരുവനന്തപുരമാണ് ഏറെ നോട്ടം ഇട്ടതെങ്കിലും ആദ്യത്തെ പാർലമെന്റിൽ നിന്ന് പാർലമെന്റിലേക്ക് ആദ്യം ജയിച്ചു പോയത് തൃശ്ശൂരിൽ നിന്നാണ്. അത് സുരേഷ് ഗോപിയുടെ ഒരു വലിയ മുന്നേറ്റമാണ്. അപ്പോൾ ഇവിടെ BJP ഇത്തരത്തിൽ കളം നീക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൈകാതെ തന്നെ ഒരു തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അത് BJP അവിടെ നിലയുറപ്പിക്കാനുമുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനുശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന് ഒരാക്കം കൂട്ടാമെന്നുമാണ് BJPയുടെ കണക്കുകൂട്ടൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുകയും ചെയ്യും. എന്തായാലും ഇനിയും ശശി തരൂര് ഈ ലോക പര്യടനമൊക്കെ കഴിഞ്ഞ് തിരികെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഓരോ നീക്കങ്ങളും വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ്, എന്ത് കരുക്കൾ നീക്കും എന്നുള്ളതും അറിയേണ്ടതാണ്. BJP എന്തായാലും തരൂരിനെ ചേർത്ത് നിർത്തുകയും ചെയ്യും.